അല്ല കേരളത്തിൽ ഇരുന്നിട്ട് മറ്റേ ഇപ്പൊ നോർത്തിലുള്ള മറ്റേ ബീഫ് കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞ നോർത്തുകാർ അതൊക്കെ പറയത്തില്ലേ, ഇവിടെ വന്നു കഴിയുമ്പോഴല്ലേ അറിയത്തുള്ളൂ. ഇവർക്ക് വലിയ പ്രശ്നമാണ്. നമ്മൾ ബീഫ് കഴിക്കുന്നത് കേൾക്കുമ്പോഴത്തേന് ഇതിപ്പോ ഒരാളെ രണ്ടാളുടെ പ്രശ്നം വരും. ഇവിടെ മുഴുവൻ പേര് അങ്ങനെ കാണുന്നത്. എന്നാ ഞാൻ വന്ന് ചോദിച്ച ഓർമ്മ അതാ പറയുന്നത്. ഇപ്പൊ കേരള ആദ്മികൾ ഖറാബ് ആദ്മിയെ അച്ഛാ നെയ്യേ അമ്മാരെ കുറ്റമായിട്ട് കാര്യമില്ല. അവര് കൊച്ചിലെ തൊട്ട് അങ്ങനെ ഈ പശുവിനെ കാണുന്നേ. അവരെ ഇപ്പൊ കുറ്റം പറ്റാല്ല. നമ്മളവിടെ അങ്ങനെ ഒരു രീതി ഇല്ലാത്തോണ്ട് നമുക്ക് പ്രശ്നമില്ല. അതാണ് വ്യത്യാസം. പക്ഷെ യവന്മാർക്ക് കഴിക്കാൻ വേണ്ടി മാത്രമേ പ്രശ്നമുള്ളൂ. ഈ റോട്ടിൽ കാണുന്ന പശുവിനെയൊക്കെ പച്ച ചീത്ത വിളിക്കുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആരായാലും വിളിച്ചു ഒരു ഭാഗ്യം എന്ന് പറയാലോ. കാരണം കാലി അടിച്ച് തിരിച്ചു വരാൻ നിന്നാൽ നമുക്കൊരു ഭാഗ്യത്തിന് ബീഹാറിൽ നിന്ന് എഥനോൾ എടുക്കാനുള്ള ഒരു ഓർഡർ കിട്ടി. നമ്മളങ്ങനെ എഥനോൾ എടുക്കാനായിട്ട് ബീഹാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ ദിവസമാണ്. ജാർഖണ്ഡ് വിട്ട് നമ്മൾ ബീഹാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വഴിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. രാവിലെ ഏകദേശം ഇപ്പോൾ ഒരു 6 മണി ആയില്ല. നല്ല നല്ല വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി, നമ്മൾ വർണ്ണൻ്റെ വണ്ടിക്ക് ചെറിയൊരു സെൻസർ പ്രോബ്ലം വന്നു കുറച്ച് നാളായിട്ട്. നല്ല മഴയും എടുക്കാതൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടായിരിക്കാം. ഏകദേശം 16 ദിവസത്തോളം നമ്മൾ പാർക്കിങ്ങിൽ തന്നെ ഹാൾട്ടായിട്ട് കിടന്നു. അപ്പോൾ എന്തോ അറിയത്തില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ചെറിയൊരു സെൻസർ പ്രോബ്ലം വന്ന് RPM കൂടുന്നില്ല. അതായത് റണ്ണിങ്ങിൽ RPM കൂടുന്നില്ല. മാക്സിമം 20 കിലോമീറ്റർ സ്പീഡ് മാത്രമേ ആ വണ്ടിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ന്യൂട്രൽ ആകുമ്പോഴത്തേക്കും RPM കൂടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മളിങ്ങനെ കസ്റ്റമർ കെയറുമായിട്ട് അല്ലെ സർവീസ് സെൻ്ററുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് എവിടെയാണ് ലൊക്കേഷൻ ഉള്ളത്, സർവീസ് സെൻ്റർ ഉള്ളത് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തറയിൽ ചെറിയൊരു കൂണുണ്ട് കേട്ടോ. അപ്പോൾ അത് രാവിലെ വന്ന് കണ്ട കിട്ടിയവർക്ക് പെറുക്കി എടുക്കുകയാണ്. ഇത് കഴിക്കാനാണെന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയാണ് രാവിലെ കണ്ടത്. ഇതന്നെ ഏന हेलो ये बेचने के लिए और खुद को खाने के लिए है, मतलब बेचने के लिए। ओके, कितना मिलते हैं पैसा? एक कवर 20 रुपए मिलेगा। നമ്മുടെ ലോറി സെൻസർ കംപ്ലൈൻ്റ് ആയിട്ട് റോട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ കുട്ടികളെ കാണുന്നത്. സമയം ഏകദേശം 6 മണി ആകുന്നതേ ഉള്ളൂ. ഒരു കവർ കോൺ പറിച്ചു കൊടുത്താൽ 20 രൂപയാണ് ഈ കുട്ടികൾക്ക് കിട്ടുന്നത്. എല്ലാ ദിവസവും ഇതിനൊക്കെ നടന്ന് കോൺ പറിച്ച് വെക്കുന്നതാണ് ഇവരുടെ ജോലി തന്നെ. കുട്ടികളുടെ അടുത്ത് നിന്ന് കുറച്ച് സംസാരിച്ച ശേഷം ഞാൻ തിരിച്ച് വണ്ടിക്കടുത്തോട്ട് പോയി. കംപ്ലൈൻറ്റിനെ പറ്റി കസ്റ്റമർ കെയറെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഉടൻ തന്നെ